what they waiting for. Hello guys, welcome back to my channel TR Gaming Zone. Guys, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ എപ്പിസോഡുമായിട്ടാണ്. പുതിയ സർവൈവൽ മോഡ് തുടങ്ങിയതാണിത്. ഞാൻ ഒരു വീഡിയോ എടുത്തു. ആ വീഡിയോ ഞാൻ എടുത്തെന്ന് പറഞ്ഞ് ഞാൻ ഒരു 20-22 മിനിറ്റൊക്കെ ഉള്ള ഒരു വലിയൊരു വീഡിയോ ഒക്കെ എടുത്തു. എന്നിട്ട് ഞാൻ ഇതാക്കാൻ വേണ്ടി എല്ലാം കഴിഞ്ഞ് ഞാനാണെങ്കിൽ പോയി എഡിറ്റ് ചെയ്യാന്ന് വെച്ച് നോക്കിയപ്പോൾ വീഡിയോ റെക്കോർഡായില്ല. ആ സമയത്ത് ഇരുന്ന് കുത്തിയിരുന്ന് ഉണ്ടാക്കി നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സാധനമാണിത്. എൻ്റെ കഷ്ടകാലമേ. നമ്മൾ ഇത് ഓരോ സ്ഥലത്തു നിന്ന് ഓരോ സാധനങ്ങൾ കളക്ട് ചെയ്ത് ചാർക്കോൾ കോൾ കളക്ട് ചെയ്ത് ചാർക്കോൾ ഇതാക്കി കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. ആവശ്യമുള്ള മീനെ കിട്ടിയെന്ന് വെച്ചാൽ മീന മറ്റേ ഇവിടെ അടുത്തായിട്ട് ഇല്ല, നല്ല സൈഡിലായിട്ട് ഒരു അതാണ്ട് ഇതിൻ്റെ ഇതിനകത്ത് മീനൊക്കെ കിടപ്പോൾ ട്രോപ്പിക്കൽ ഫിഷ് കിടപ്പുണ്ടായിരുന്നു. അപ്പം എനിക്ക് എവിടെ നിന്നോ ഒരു അയൺ കിട്ടി. അപ്പോഴത്തേക്കും ഒന്നല്ല എത്ര അയൺ കിട്ടി. അപ്പോൾ ഒരു ബക്കറ്റ് ഉണ്ടാക്കി. അങ്ങനെ പോയി ഫിഷിനെ 2-3 പ്രാവശ്യം പോയി പിടിച്ചുകൊണ്ട് വന്ന് എന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കി. ഐസ് വേറെ ലെവലല്ലേ ഐസ്. ഇനിയിപ്പോൾ നമുക്ക് ഫസ്റ്റ് ഞാൻ ഇത് മൊത്തം നിരത്തിയതാണ്. ഞാൻ സ്പോണായത് തന്നെ ഇവിടെയാണ്. ഇവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു കഴിച്ചു. ഇവിടെ എന്നു വെച്ചാൽ എനിക്കറിയാൻ വയ്യ. ഇവിടെ നേരെ പോകുമ്പോൾ ഏത് സൈഡിലായിരുന്നു ഞാൻ ആലോചിക്കുന്നത്. അതുകൊണ്ട് ആ സൈഡ് ബാക്ക് സൈഡിൽ ഇതിൻ്റെ ബോർഡറാണ്. ഇത് മൊത്തം ഞാൻ കളറെടുക്കും. അപ്പം ഇവിടെ ആയിട്ട് അകത്തോട്ടൊരു തള്ളിയിരിക്കുന്ന ഒരു വീട് ഇവിടെയാണ്. അതാണ് അടുത്ത പ്ലാൻ. അതിപ്പം വേണ്ട, വരും വഴിയിൽ നമുക്ക് ചെയ്യാം. നമുക്കിപ്പം മൈനിങ്ങിനായിട്ട് പോകണം. ടൂൾസ് കയ്യിലുണ്ട്, ഫുഡില്ല. അല്ലേ വേണ്ട, ഫുഡൊന്നും വേണ്ട. കുറല്ല വുഡ് വേണം. വുഡില്ലാതെ പണി എടുക്കില്ല. അതാ പ്രശ്നം. കാരണം നമ്മൾ മറ്റേ മൈനല്ലേ ചെയ്യുന്നത്. നമ്മളിങ്ങനെ ഡീപ്പ് മൈനാണ് ചെയ്യുന്നത്. ഡീപ്പ് ചെയ്തേ. അപ്പോഴത്തേക്ക് അതിന് ബ്ലോക്ക് വേണ്ടേ. ഇതാകുമ്പോൾ കുറച്ച് പൊട്ടിച്ചെടുത്താൽ മതി. ക്രാഫ്റ്റ് ചെയ്ത് നമ്മൾ കുറേ എടുക്കുമല്ലോ. അല്ലെങ്കിൽ മണ്ണെടുക്കായിരുന്നു. മണ്ണായാലും മതി. മണ്ണിനേക്കാളും ബെറ്റർ എനിക്കൊന്നും ഇത് തന്നെയാണ്. ഇതാകുമ്പോൾ ഇത്ര 7 എണ്ണത്തിൽ തന്നെ എത്ര എണ്ണം കാണും? 28 എണ്ണം ഉണ്ട്. ഇഷ്ടംപോലെ ഇത് വേണം. ഞാൻ നല്ല അങ്ങ് ബെഡ്റോക്ക് അവസാനം വരെ പോകാൻ നോക്കാം. നടക്കുമെന്ന് വെച്ചാൽ എനിക്കറിയാൻ വയ്യ. ഇവിടെ എനിക്കൊരു മെസ്സേജ് വന്നു. എൻ്റെ കൂട്ടുകാരൻ ഇതിനകത്ത് കയറി. അവൻ്റെ പേര് VR ഗെയിമർ എന്ന് പറഞ്ഞ ഒരുത്തനാണ്. അപ്പോഴത്തേക്ക് അവനാണ് ഈ വേൾഡിൽ കയറി എനിക്ക് ഗിഫ്റ്റ് വെച്ച്. എന്നിട്ട് അവൻ എനിക്ക് മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് ഡിലീറ്റ് ആയി പോകുന്നു. എന്തായാലും മെസ്സേജ് അയച്ചു. അപ്പോഴത്തേക്ക് ഞാൻ ഗിഫ്റ്റ് എന്തിനാ അയച്ചെന്ന് ഏതോ മരത്തിനുണ്ടല്ലെന്ന് പറഞ്ഞു. ഏത് മരമൊന്നും ഞാൻ തപ്പിയിട്ട് ഇതിലിട്ടും കണ്ടില്ല. എന്തായാലും മരമൊക്കെ ഇഷ്ടംപോലെയുള്ള സ്ഥലമുണ്ട്. അങ്ങോട്ട് പോകണം എനിക്ക്. നമ്മളെ ഇവിടെ കിടന്ന് പൊട്ടിക്കുന്നതിനേക്കാളും നല്ല എനിക്കൊരു ഐഡിയ ഉണ്ട്. നമ്മളിപ്പോൾ മറ്റേ വീട് വെക്കണം. എവിടെയാണ് വെക്കുന്നത്? ആ സൈഡിലുള്ള മരങ്ങളൊക്കെ അല്ല വേണ്ട. വേണ്ടേ ഇവിടെ ആയിട്ട് എവിടെയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ വീട് വെച്ച് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് ഇങ്ങനെ പെട്ടെന്നൊരു സാധനം ഇങ്ങനെ പാഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ട്. എന്തായാലും കുറച്ച് വുഡും കൂടെ കളക്ട് ചെയ്യാം. ഇത് റെക്കോർഡ് ആവുന്നുണ്ടോ? ആവുന്നുണ്ട്. ഓക്കെ, വുഡ് കളക്ട് ചെയ്തിട്ട് നമുക്ക് ഡിമൈനിങ് വേണം. എൻ്റെ കറക്റ്റ് പേരെന്തിനാന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അത് അതിൻ്റെ അകത്ത് ചോദിക്കില്ല. ആ മൈനിങ്ങിൻ്റെ പേര് എനിക്ക് അറിയായിരുന്നു.
മറന്നുപോയി. സ്ട്രിപ്പ് മൈനിങ് അല്ലല്ലോ ഗൈസ്, സ്ട്രിപ്പ് മൈനിങ് ഇങ്ങനെ പോണല്ലേ. ഇത്രയും വുഡ് മതിയോ? ഇത്രയും ഒന്നും പറ്റൂല. ഇത് ഒരു സ്റ്റോക്ക് 2.5 സ്റ്റോക്കേ ഉള്ളത് വുഡ് മൊത്തത്തിൽ. നമുക്ക് ആ ചെസ്റ്റ് പോയി കണ്ടുപിടിക്കണം. ഗിഫ്റ്റ് വെച്ചിരിക്കുന്ന ചെയ്ത ചെസ്റ്റില്ല, അല്ലാതെ എങ്ങനെ വയ്ക്കും? അല്ലെങ്കിൽ ഷൾക്കർ അവൻ പ്രോ പ്ലെയറാണ് മൈൻക്രാഫ്റ്റിലാണ്. അവന് ഓരോ വഴികളറിയാം. ഓരോ മാപ്പിൽ ഓരോ വഴികളായിരിക്കില്ല, അത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആണ്. പക്ഷെ അവന് പലതരം വഴി, എങ്ങനെ ഏതൊക്കെ ഭാഗത്തായിരിക്കും ഓരോ സൈഡുകളുണ്ടല്ലേ, അത് നമ്മൾ മണ്ടയിൽ ചില പീസിലൊക്കെ കളിക്കുന്ന അവർക്ക് കാണിക്കില്ലേ, അതുപോലത്തെ ഒരു ഭാഗം കാണും. അപ്പോഴത്തേക്ക് അങ്ങനെ അവൻ നോക്കിയാണ് അവൻ ഇവിടെ നെതറിലൊക്കെ നെതർ മറ്റേ സാധനത്തിലൊക്കെ പോണ വില്ലേജ്. അവൻ പ്രോ ആണ്. എന്നെക്കാൾ മുമ്പേ അവൻ തന്നെ കളിച്ച. ഓക്കെ, ഇപ്പം 3 സ്റ്റോക്ക് അങ്ങനെ 4ാമത്തെ സ്റ്റോക്ക് കൊണ്ട് 4 സ്റ്റോക്ക് മതി. ഈ മരം കൊണ്ട് അങ്ങ് മറിക്കാം. ഓക്കെ, സെറ്റ്. ഇനിയുണ്ടോ ഇവിടെ? ഈ മൈനിങ്ങിനായിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ ഒരെണ്ണം പണിയണം. ഐറ്റെല്ലാം ഓപ്പൺ ചെയ്തിരിക്കണം. ഓക്കെ, മതി ഐസ്. അപ്പോൾ ഫുഡൊക്കെ ഇവിടെ ഏതോ നമുക്ക് ഡയറക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോഴായിരിക്കും കൂടുതൽ. ആക്സിൻ്റെ പണി തീരാറായി, നമുക്ക് മൈൻഡ് ചെയ്യുമ്പോൾ കിട്ടും. ടെസ്റ്റ് എവിടെയെന്ന് വെച്ചാൽ ഗൈസ്, എനിക്ക് ടെസ്റ്റ് എവിടെയെന്ന് കറക്റ്റ് അറിയാം. അന്നൊരു ദിവസം തപ്പില്ല ഞാൻ, എന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ പോയി. കണ്ടില്ല എവിടെയാണെന്ന്. ഓക്കെ, ഇവിടെ എവിടെയെങ്കിലും വെച്ചൊക്കെ കുഴിക്കാം. വേണ്ട, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒഴിക്കാം. നല്ല സ്ഥലം. എവിടെ കുഴിക്കും? ഇവിടെ കുഴിയല്ലേ? അല്ല, വേണ്ട, ഇവിടെ കുഴിക്കാം. ഇവിടെ കുഴിക്കാം. സൗകര്യമായിട്ടും കുഴിക്കാം. അത്ര വുഡും മതിയായില്ലെങ്കിൽ ഞാൻ പെട്ടു. അല്ല, ഈ സ്റ്റോൺ പിന്നെ കുഴപ്പമില്ല. കുഴിച്ച് അയൺ കിട്ടാതിരിക്കില്ല. ഈ ഒരു സ്ഥലത്ത് തന്നെ എനിക്ക് ഒന്നുകൂടെ മൈൻ ചെയ്യണം. ഈ അയൺ ഇവിടെ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഡയമണ്ടാണ്. എനിക്ക് അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്.
ആ ഗൈസ് ഇതെന്താ തന്നെ ഇതൊന്നും സ്വപ്നമൊന്നും അല്ലല്ലോ. നമുക്കിപ്പോൾ എത്ര അയൺ കിട്ടി? ഇനിയാണ് ഗായ്സ് സോ ലക്കി. We are so lucky. ഇവിടെ എവിടെയെങ്കിലും സൈഡിലോട്ടൊക്കെ ഒന്ന് കുഴിച്ചു നോക്കണം. അയ്യോ നമ്മൾ കുഴിച്ചൊന്ന് ഹോൾ ചെയ്തായിരുന്നു. അണ്ടറിലോട്ട് തന്നെ കുഴിച്ചു. പിന്നെയും ഗൈസ് നമ്മൾ റിച്ചായി. അതിൻ്റെ കൂട്ടം തന്നെ ഇത്രയും കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഞാൻ ഇത്രയും കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഒരു 7 കിട്ടുമെന്നാണ് വിചാരിച്ചത്. ഇത് തന്നെ ഒരു സ്റ്റാക്ക് കണ്ടിട്ട് ഇതിവിടെ നോക്കുക. പൈസ മാസം പൈസ ഇനിയിപ്പം പടിയുണ്ട് നമുക്ക് കിടക്കാം. We are so rich. We are so rich. ഇത് തീരാറായി. കുഴപ്പമില്ല, ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടെന്നൊക്കെ അത് ഗൈസ് നമ്മൾ പിന്നെ പണ്ട സീനാണല്ലോ. ഈ വീഡിയോയ്ക്ക് ഒരു സെക്കൻഡ് ഇതിപ്പം സെക്കൻഡ് പാർട്ടാണ് ശരിക്കും വരേണ്ടത്. ആദ്യത്തെ എൻ്റെ മിസ്റ്റേക്ക് കാരണമാണ് ഇപ്പോൾ ഫസ്റ്റ് പാർട്ടായത്. ഇതൊരു സെക്കൻഡ് പാർട്ട് കാണും. ഈ ഇവിടെ മൈനിങ് ഏരിയയിൽ നിന്ന് നമ്മൾ അടുത്ത വീഡിയോയും തുടങ്ങും. ഇതൊരു നമുക്ക് ഈ കുറച്ചും കൂടെ താഴോട്ട് പോയി തപ്പണം. വേണ്ട, അടുത്ത പ്രാവശ്യം വേണം നമ്മൾ തപ്പണം. ഈ കുഴി ഇങ്ങനെ തന്നെ ഇരിക്കുക. ഓക്കെ ഗോയ്സ്, ഇതല്ലേ പോകും. ഇനിയുണ്ട് പൈസ മാസങ്ക പൈസ ഇങ്ങനെ താഴോട്ട് കുഴിച്ചു ജനരെ നമ്മൾ ഹോള് നമ്മൾ കയറിയിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ മണ്ടിൽ പിന്നെ സാധനങ്ങൾ കൊത്തിക്കിട്ടി പോകുമ്പോൾ പണി കിട്ടും. എല്ലാ ഡയമണ്ട് എല്ലാം കാണണേ. നാല് സ്റ്റിക്ക്, പിന്നെ ആയുധങ്ങളെ ഒരു പിക്കാക്സ് മതി. ഇനി നമുക്ക് ഇതൊക്കെ പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് കുഴിച്ചോട്ട് പോകും. വാട്ട് ഈസ് ദാറ്റ്? ഇതെന്തരാ ഗൈസ്? പ്രായത്തിന് ഈ എപ്പിസോഡ് ഇവിടെ അവസാനം ഞാൻ വിചാരിച്ചു ഇത്രേ കാണുള്ളൂ ഇവിടെ. ദയാ പൈസ 45 ആയണോ? Guys, we are so lucky, bro. You know, iron സാധനങ്ങൾ എന്ത് ചെയ്യും? വെയിറ്റ് ഗൈസ്, എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കേട്ടാ.
അപ്പോൾ ഗായ്സ് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമ്മൾ പോയി ഉരുക്കിയിട്ട് വന്നിട്ടുള്ള വീഡിയോകൾ ബാക്കി നമുക്ക് കാണാം. അപ്പോൾ ബൈ, ടേക്ക് കെയർ. ബ്ലൂ